ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ? ഇല്ല. ഇന്നത്തെ കാലം ആരെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യും? ചെയ്താലെന്താ, പുണ്യം കിട്ടില്ലേ? കോപ്പാണ് കിട്ടാൻ പോണം. ചേട്ടാ പ്ലീസ്. ഞാൻ ആർക്കും വെറുതെ ഒന്നും ചെയ്തു കൊടുക്കാറില്ല. വെറുതെ വേണ്ട, എന്തുവാണെന്ന് പറഞ്ഞാൽ മതി. 100 രൂപ വേണം. ആ ഇനി പറ, എന്താ വേണ്ടേ? ആ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ഏത്? ആ മുടി പേളി ഇത് കേളാണോ? പേളിയല്ല, കേളി. എന്തേലാവട്ടെ, ഒരു പെണ്ണല്ലേ? ആ കുട്ടിക്ക് ഈ കാർഡും ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് കൊടുക്കണം. റിസ്ക് മാറ്റാൻ ഒരു 100 രൂപ വേണം. ആ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. Excuse me. Yeah? This is for you. Me? Yeah. എന്റെ അല്ല, വേറൊരു പുള്ളിക്കാരൻ തന്നതാ. Okay, thank you. Okay. സംഗതി ഏറ്റടി. ആ ചെലവുണ്ട്. 200 പോയി. അതൊക്കെ ചെയ്യാം. എന്തായാലും താങ്ക്സ്. ഞാൻ അവളുടെ റിയാക്ഷൻസ് നോക്കട്ടെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ. മച്ചു, താങ്ക്സ് ഉണ്ട് കേട്ടാ. താങ്ക്സ് ഒക്കെ മച്ചുവിന്റെ കയ്യിൽ വെച്ചോ. നമുക്ക് ക്യാഷ് മതി. ക്യാഷ് ഞാൻ തന്നില്ലേ? തന്നു, അത് കൊടുത്തേനെ. ഇനി തരണമെങ്കിൽ 100 ഇനിയും വേണം. ഇനി എന്തോന്ന് തരാൻ? താനത് കൊടുത്തില്ലേ? താൻ എന്ത് പൊട്ടനാ? താൻ കൊടുത്തതിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. അത് തനിക്ക് വേണ്ടേ? ഇത്ര പെട്ടെന്നോ? താൻ ആള് സ്പീഡ് പോസ്റ്റ് ആണല്ലോ. ഞാനല്ല, തന്റെ ആ പെണ്ണ സ്പീഡ് പോസ്റ്റ്. എന്താവട്ടെ. ആരാണെങ്കിലും താങ്ക്സ് ചേട്ടനിരിക്കണം. ആ താങ്ക്സ് ഒക്കെ താൻ തന്നെ വെച്ചോ. ശരി, കാണാം. വേണമെന്നില്ലേ? ഓ ഓ. ഞാൻ കൊടുത്ത കാർഡ് തന്നെയാണല്ലോ. മൈ റിപ്ലൈ. മാപ്പ് തരില്ല ഞാൻ, ഭയങ്കര ജോക്കിയെ. ആ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്കട. അടവുകൾ 18 പയറ്റുന്ന ജോക്കിയെ, അടവിൽ 19 പയറ്റിയോൾ ഞാൻ തന്നെ. കാത്തിരിക്കും പെണ്ണായ ചിഞ്ചുവെ മറന്ന നീ, ഇനിയുള്ള കാലം ജീവിക്കൂ ശശിയായി. കയ്യിൽ നിന്ന കാശും പോയി, പാറുവിന്റെ പടക്കോട്ട് പൊട്ടിയതുമില്ല. ചീറ്റ്. നീ ചൂടാവല്ലേ, വഴി ഞാൻ പറയാം. എന്റെ അഭിപ്രായത്തിൽ വളഞ്ഞ വഴികളൊന്നും ഇത് പോസിബിൾ അല്ല. പിന്നെ സത്യസന്ധമായി നേരെ ചെന്ന കാര്യം പറയുക വേണ്ടത്. ഇപ്പൊ ഞാൻ അത് പറഞ്ഞാലും അവൾ വിശ്വസിക്കത്തില്ല. മാത്രമല്ല അവൾക്കറിയാം ഞാൻ ഫ്ലേർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്പറുകളൊക്കെ. പലതും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ് ചിരിച്ചിട്ടുള്ളതാണ്. അതൊന്നും സാരമില്ല ടോണി. ഇപ്പോഴത്തെ ഈ സ്റ്റേജ് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ ഇരിക്കെ ഇപ്പൊ നീ പറയുന്ന ഈ കാര്യങ്ങൾ അവൾ അതിന്റെ ശരിയായ രീതിയിൽ എടുത്തോളൂ. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനെയും എടുക്കൂ. ടീനെ പോലെ അല്ല അവൾ. ടീന ഒരു സാധാരണ പെൺകുട്ടി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുള്ളൂ. പക്ഷെ അനു അതല്ല. ഷീസ് എ ടഫ് ക്യാരക്ടർ. എത്ര ടഫ് ക്യാരക്ടർ ആണെങ്കിലും പെണ്ണെപ്പോഴും പെണ്ണാടാ ടോണിക്കുട്ടാ. നീ ധൈര്യടിച്ചല്ലേ. ടീന പറയുന്ന കേൾക്കുമ്പോ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവളുടെ മുമ്പിൽ ചെല്ലുന്ന ആരും ആലോചിക്കുമ്പോ ഉള്ളി തീയ മുട്ടു പറയുന്നു. ഏതായാലും റോയെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ നിനക്ക് ഇതുപോലൊരു പെണ്ണിനെ ദൈവം വെച്ചല്ലോ. അപ്പൊ ദൈവം ആരാ? ഇപ്പൊ ടീന പറഞ്ഞ ഈ ദൈവത്തിന് പോലും അവളുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നല്ലേ ഞാൻ. ശരി, അതും ഇത് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. റോയ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, നിങ്ങളുടെ കാര്യമൊക്കെ ഇപ്പൊ സെറ്റ് ആയല്ലോ. ഇനിയിപ്പൊ ബാക്കിയുള്ളവരുടെ എന്തായാലും എന്താ. നീ അങ്ങനൊന്നും പറയല്ലേ ടോണി. ഞാൻ പറഞ്ഞില്ലേ, നീ ധൈര്യം അടിച്ച നമ്മളോട് കാര്യം പറ. പറയുമ്പോ നിന്റെ ദേഷ്യമൊക്കെ എടുത്തു കളഞ്ഞ് അല്പം ഒതുങ്ങി നന്നായി കാര്യം പറഞ്ഞാ മതി. അവൾ എപ്പ ഫ്ലാറ്റ് ആയെന്ന് ചോദിച്ചാ മതി. കണ്ടറിയാം ആരാ ഫ്ലാറ്റ് ആവുന്നേന്ന്. കോൺഫിഡന്റ് ആയിട്ട് പോ. വന്നത് നിനക്ക് ഇഷ്ടമായില്ല എന്നറിയാം. പക്ഷെ നിന്നെ കണ്ട് ചിലത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. ആരോ വന്നെന്ന് പറഞ്ഞപ്പോഴേ തോന്നി ആയിരിക്കുമെന്ന്. എന്താന്ന് വെച്ചാ വേഗം പറ.
എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അനു പ്ലീസ്, നീ നടന്ന എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയണം. എന്നിട്ട് നീ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ, എനിക്ക് സാരമില്ല. പക്ഷെ സത്യം അറിയാ, നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കുന്നില്ല, അതാ. ശരി, എന്നാ പറ, ഞാൻ കേക്കട്ടെ. അനു എന്നെ കളിയാക്കാണോ? കൂടുതൽ ഈ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. ഓക്കെ ഓക്കെ, പറയാം. കുറെ നാളുകൾക്ക് ശേഷം നീ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തോ അത്ര സന്തോഷിച്ചു നിനക്കറിയുന്നു. നീ വരുന്നു എന്ന് പറഞ്ഞ ദിവസം എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിലും നേരത്തെ ഞാൻ ഉണർന്നത്. അന്ന് സമയം പോകാത്തോണ്ടാ ആ നീരജിനൊപ്പം പുറത്തേക്ക് പോയത്. അന്നത്തെ കഥയൊന്നും എനിക്കിപ്പൊ കേക്കണ്ട. ഇപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണു പ്ലീസ്. അവനന്ന് വെറുതെ പെറ്റുവെച്ചപ്പോ ഒരു തമാശക്ക് വേണ്ടിയാന്ന് അങ്ങനെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബെറ്റ് തൊഴിലാളി ആവുന്ന കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. വിട്ടേക്കാം, ബെറ്റും തമാശയല്ല. പക്ഷെ നീ എന്നെ വിട്ട് പോകരുതനു. വേണ്ട, എനിക്ക് വേണ്ടി നീ ഒന്നും വിടണ്ട. ടോണി ഇതെല്ലാം വിട്ടാ ടോണി അല്ലാണ്ടാകും. പിന്നെ ടോണിക്ക് ഇത് വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നിന്നെ പരിചയപ്പെട്ടത് മുതല് ഞാൻ ജീവിതത്തെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. ജീവിക്കണം, ജീവിച്ച് വിജയിക്കണം, അവനവന്റെ എന്ന് പറയാൻ ഒരു പ്രൊഫഷൻ വേണം, എല്ലാം എന്ന് എനിക്കുണ്ട്. പക്ഷെ ലക്ഷ്യങ്ങൾ കീഴടക്കി അവിടെ എത്തി നിൽക്കുമ്പോ അവിടെ നീ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ ഇതൊക്കെ എനിക്ക് എന്തിനാനും. ഇതൊക്കെ ലവ് ഗുരു ആർക്ക് പറഞ്ഞു കൊടുത്ത ഡയലോഗാ? ഇതൊന്നും ഡയലോഗല്ല, സത്യം. എന്താ ഒരു പെർഫോമൻസ്? നാണോ ഇല്ലല്ലോ ഇങ്ങനത്തെ പൈങ്കിളി ഡയലോഗ്സും പറഞ്ഞ് എന്റെ അടുത്ത് വരാൻ. വേറെ ഒന്നും പറയാനല്ലേ, ഞാൻ പോവാം. ഇനി ഓഫീസിൽ എന്നെ കാണാൻ വരരുത്. വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. ശ്ശെ. ചുമ്മാ ചുമ്മാ